കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ നിൽക്കുന്നവരാണോ? അതും 15,000 രൂപയ്ക്ക് താഴെയായിട്ട് ഓൾറൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തരത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ. അതായത് 6000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും OS സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്യാമറകളും അതുപോലെ തന്നെ 12 GB റാമും 8 GB റാമും നല്ല ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അടക്കമുള്ള ഒരു മൊബൈൽ ഫോൺ നമുക്ക് ഈ ഒരു 15,000 രൂപയ്ക്ക് താഴെ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോന്റെ ബ്രാൻഡ് ഒരു പുതിയൊരു മൊബൈൽ ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. മോട്ടോ G64 5G എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മൊബൈൽ ഫോണിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. ബോക്സിൽ മോട്ടോ G64 5G മൊബൈൽ ഫോണും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണിന്റെ കേസും ഡോക്യുമെന്റേഷനും സിം ടൂളും 33 വാട്ടിന്റെ ചാർജറും ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഐസ് ലാക്ക്, മിന്റ് ഗ്രീൻ, PL ബ്ലൂ എന്നീ 3 കളർ വേരിയന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആണ്. ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ഡിസൈൻ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് സ്പീക്കറും ചാർജിംഗ് പോർട്ടും മെയിൻ മൈക്രോഫോണും 3.5 mm ജാക്കും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പവർ ബട്ടണും വോളിയം ബട്ടണും കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടണിലാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ഡോൾഫി അറ്റ്മോസ്ഫിയറിന്റെ ബാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺസും ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സിം സ്ലോട്ടും ആണ് കൊടുത്തിട്ടുള്ളത്. 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡായിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 6.5 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 ഹോൾ ക്യാമറയാണ് ഇതിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ ഒരു പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഡിസ്പ്ലേയിലായാലും സൗണ്ട് ക്വാളിറ്റിയിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. കോളിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പ്രോബ്ലംസും ഒന്നും തന്നെ വരുന്നില്ല. 5G ബാൻഡ് ആണ് ഇതിൽ കോളിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസിന് വേണ്ടിയിട്ട് ഡയമൻസിറ്റി 7025 പ്രോസസ്സറാണ് മോട്ടോ G64 ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വേൾഡിലെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഡയമൻസിറ്റി 7025 ഈ ഒരു മൊബൈൽ ഫോണിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. UFS 2.2 സ്റ്റോറേജും LPDDR6ന്റെ റാമും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ അപ്ഡേറ്റിൽ 15ലേക്ക് മാറാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിൽ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിമിംഗ് കളിക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 12 GB റാമും ഈ ഒരു മൊബൈൽ ഫോണിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു കുറഞ്ഞ പ്രൈസിലുള്ള 8 GB മൊബൈൽ ഫോൺ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് ആഡ് ആക്കിയിട്ട് 8 GB റാം പ്ലസ് 8 GB റാം 60 GB റാമിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. കൂടിയ മോഡലിൽ ഇതൊന്നും ചെയ്യാതെ തന്നെ 12 GB റാം അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. 6000 mAh മാസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററിയും 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇത്ര മാസീവായ ഒരു ബാറ്ററി ആണെങ്കിൽ പോലും ഫോൺ വളരെ തിക്നെസ് ആയിട്ടാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 8.89 mm ഒരു തിക്നെസ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 192 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ OS സപ്പോർട്ടഡ് ആയിട്ടുള്ള മെയിൻ ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയ്ക്കും മാക്രോ ക്യാമറയ്ക്കും ഡെപ്ത് ക്യാമറയ്ക്കും എല്ലാം കൂടിയിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. $60 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ട് തന്നെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഡേ ലൈറ്റിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറകളാണെങ്കിലും ഓവറോൾ ആയിട്ട് ക്യാമറയുടെ ക്വാളിറ്റി ഈ ഒരു 15,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ഫോൺ എന്ന രീതിക്ക് വർത്ത് ബൈയിങ് തന്നെയാണ്. IP52 വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മോട്ടോ സെക്യൂർ, മോട്ടോ ഹബ്, മോട്ടോ സ്പേസ് എന്നീ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ മോട്ടോന്റെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫാമിലി സ്പേസ് 2.0 ഇതിൽ കൊടുത്തിട്ടുള്ളത്. മോട്ടോന്റെ അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവർ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രൈസ് റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ
8 GB റാമും 128 GB ഇന്റേണൽ സ്റ്റോറേജും വരുന്ന മൊബൈൽ ഫോണിന് 14,999 രൂപയ്ക്ക് അവൈലബിൾ ആണ്. 12 GB റാമും 128 GB ഇന്റേണൽ സ്റ്റോറേജും ആയിട്ട് വരുന്ന മൊബൈൽ ഫോണിന് 16,999 രൂപയ്ക്കും അവൈലബിൾ ആണ്. ഈ ഒരു ഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഒരു മൊബൈൽ ഫോണിന്റെ ഓഫർ ആയിട്ട് 1000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എല്ലാ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നും. 5000 രൂപയ്ക്ക് താഴെ നിങ്ങൾ മോട്ടോന്റെ ഒരു ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഓൾ റൗണ്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണൊക്കെ നോക്കുന്നവർക്ക് മോട്ടോ G64 5G എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.